അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുന്നു. അലക്സ്, എന്തായാലും സങ്കടകരമായ വാർത്തയാണ്, ദാരുണമായ വാർത്തയാണ്. അതിന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുന്ന എന്താണ്? അതിനു മുമ്പ് ഇത് കണ്ട ഒരു ദൃക്സാക്ഷിയുടെ പ്രതികരണം ഇവിടെ ഒന്ന് കേൾക്കാം. കാപ്പി കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. തൊഴിലുറപ്പിൽ നിന്ന് 10-80 പേരോളം ഉണ്ട്. വളഞ്ഞിരുന്ന് കാപ്പി കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് സംഭവിച്ചത്. തലയിലാണ് വീഴുന്നത്. ഒരാളിന്റെ തലയിൽ വീഴുന്നു, ബാക്കിയുള്ള 2 പേരുടെ തലയിൽ വീഴുന്നു, ബാക്കിയുള്ളത് ചെന്ന് അടിച്ചാണ് കൈയും കാലും പൊട്ടിയത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, ഉണ്ടായത് വലിയ ദുരന്തമാണ് എന്ന് തന്നെ പറയുകയാണ്. 2 പേരുടെ തലയിൽ, നേർക്കുനേർ തലയിൽ വീണു, 2 പേർ മരിക്കുകയും ചെയ്തു ഈ അപകടത്തിൽ. ബാക്കി 3 പേരുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി തുടരുന്നുണ്ട്. എന്തായാലും എന്താ പറയേണ്ടതെന്നറിയില്ല, വല്ലാത്ത സങ്കടകരമായ വാർത്ത അലക്സ്. ഹാഷ്മി, തീർച്ചയായും അതീവ ദുഃഖത്തിലാഴ്ത്തുന്ന വാർത്ത. ദാരുണമായ സംഭവമാണ് കുന്നത്തുകാലിൽ ഉണ്ടായിരിക്കുന്നത്. പാറശാലയ്ക്ക് അടുത്താണ് ഈ കുന്നത്തുകാൽ എന്ന് പറയുന്ന പ്രദേശം. കുന്നത്തുകാൽ പ്രത്യേക പഞ്ചായത്ത് തന്നെയാണ്. ആ പഞ്ചായത്തിൽ ചാവടി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ തൊഴിലുറപ്പ് തൊഴിൽ നടക്കുന്നുണ്ടായിരുന്നത്. രാവിലെ തൊഴിലുറപ്പ് തൊഴിൽ പുരോഗമിക്കുകയായിരുന്നു. ഒരു കനാൽ വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട തൊഴിലുറപ്പ് ജോലിയാണ് അവിടെ പുരോഗമിച്ചിരുന്നത്. അതിൽ ഏതാണ്ട് 48-50ഓളം പേർ ആ തൊഴിലുറപ്പ് ജോലിയിൽ പങ്കെടുത്തിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്ത്രീകൾ പങ്കെടുത്തിരുന്നു എന്നാണ് വിവരം. ആ വൃത്തിയാക്കിയ കനാൽ അല്ലെങ്കിൽ ആ തോട് വൃത്തിയാക്കിയതിനു ശേഷം രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നതിനിടെ സമീപപ്രദേശത്ത് ഉണങ്ങി നിന്ന തെങ്ങ് മറിഞ്ഞ ഈ സ്ത്രീകളുടെ പുറത്തേക്ക് വീഴുകയായിരുന്നു. അതിൽ 2 പേരുടെ തലയിലേക്കാണ് ഈ തെങ്ങ് വീണതെന്നാണ് ദൃക്സാക്ഷി തന്നെ വ്യക്തമാക്കുന്നത്. അതിൽ 2 മരണം സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. 65 വയസ്സുള്ള വസന്തകുമാരി, 65 വയസ്സുള്ള ചന്ദ്രിക എന്നിവർ മരിച്ചു എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങളും അതുപോലെ പഞ്ചായത്ത് അധികൃതരും സ്ഥിരീകരിക്കുന്നത്. സ്നേഹലത, ഉഷ തുടങ്ങിയവർ കാരക്കോണം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അവരുടെയും പരിക്ക് ഗുരുതരമാണ്. അവർ ചികിത്സയിൽ തുടരുന്നുണ്ട്. പാറശാല ഫയർഫോഴ്സും വെള്ളറ പോലീസും ഒക്കെ സ്ഥലത്തെത്തി ആണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ 2 പേർ മരിച്ചിരിക്കുന്നു. ഈ 2 പേരുടെയും തലയിലേക്കാണ് തെങ്ങ് വീണത് എന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിയാതെ പോയത്. ആശുപത്രിയിൽ അതിനുള്ള ചികിത്സയും മറ്റുമൊക്കെ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ജീവൻ നിലനിർത്താനായില്ല, ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് വ്യസനകരമായ കാര്യം. 2 മരണങ്ങൾ സ്ഥിരീകരിക്കുന്നു. 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായ പരിക്കുകളോടെ തുടരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. ഹാഷ്മി, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പാറശാലയ്ക്ക് അടുത്താണ് കുന്നത്തുകാൽ പഞ്ചായത്ത്. ആ കുന്നത്തുകാൽ പഞ്ചായത്തിലാണ് ഈ തൊഴിലുറപ്പ് തൊഴിലിനിടെ ഈ അപകടം ഉണ്ടാകുന്നത്. ഇവരെ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ഇവരെ അപ്പോൾ തന്നെ കൊണ്ടുപോയിട്ടുള്ളത്. 4 പേരെ അവിടേക്കാണ് കൊണ്ടുപോയത്. അതിൽ 2 പേർ ഇപ്പോൾ ഗുരുതരമായി തുടരുന്നു. ഹാഷ്മി, 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം എന്ന വാർത്തയാണ് വരുന്നത്. കുന്നത്തുകാൽ ചാവടി ഉള്ള സ്ഥലത്താണ് ഈ പറയുന്ന രീതിയിലുള്ള വലിയ ദുരന്തമുണ്ടായത്. ഇവിടെ 70 പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ ആ ദൃക്സാക്ഷി പറഞ്ഞത് കുറേയധികം ആളുകൾ അവിടെ ജോലി സ്ഥലത്തുണ്ടായിരുന്നു. 11 മണിക്ക് എല്ലാവരും വട്ടം കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്, രാവിലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവർക്കിടയിലേക്ക് തെങ്ങ് കടപുഴകി വീണത്. 2 പേരുടെ തലയ്ക്ക് തന്നെ വീണു. ബാക്കി ഈ പറയുന്ന ഒടിഞ്ഞ് കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് പരിക്കുള്ളവരുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും 5 പേരെയാണ് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിച്ചത്. അതിൽ 2 പേർ മരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ സ്നേഹലത 54 വയസ്സാണ്, ഉഷ 59 വയസ്സ് എന്നിവരുടെ പരിക്ക് ഗുരുതരമാണ് എന്നും പറയുന്നുണ്ട്. വസന്തകുമാരി, ചന്ദ്രിക എന്നിവരാണ് മരിച്ചത്. അവരും പ്രായമുള്ള മനുഷ്യരാണ്. അപ്പോൾ ഈ കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.